യെശയ്യാവ് 44:15 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അത് മനുഷ്യന് തീ കത്തിപ്പാൻ ഉതകുന്നു. അവൻ അതിൽ നിന്ന് കുറെ എടുത്തു തീ കായുകയും അത് കത്തിച്ച് അപ്പം ചുടുകയും അതുകൊണ്ട് ഒരു ദേവനെ ഉണ്ടാക്കി നമസ്കരിക്കുകയും ഒരു വിഗ്രഹം തീർത്ത് അതിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴുകയും ചെയ്യുന്നു. അതിലൊരംശം കൊണ്ട് അവൻ തീ കത്തിക്കുന്നു, ഒരംശം കൊണ്ട് ഇറച്ചി ചുട്ടു തിന്നുന്നു. അങ്ങനെ അവൻ ചുട്ടുതിന്ന് തൃപ്തനാകുന്നു. അവൻ തീ കാഞ്ഞു, നല്ല തീ കുളിർ മാറി എന്ന് പറയുന്നു. അതിൻ്റെ ശേഷിപ്പ് കൊണ്ട് അവനൊരു ദേവനെ, ഒരു വിഗ്രഹത്തെ തന്നെ ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയും അതിനോട് പ്രാർത്ഥിച്ച് എന്നെ രക്ഷിക്കണമേ, നീ എൻ്റെ ദേവനല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു. അവൻ അറിയുന്നില്ല, ഗ്രഹിക്കുന്നതുമില്ല. കാണാതെ വണ്ണം അവരുടെ കണ്ണുകളെയും ഗ്രഹിക്കാതെ വണ്ണം അവരുടെ ഹൃദയങ്ങളെയും അവൻ അടച്ചിരിക്കുന്നു. ഒരുത്തനും ഹൃദയത്തിൽ വിചാരിക്കുന്നില്ല. ഒരംശം ഞാൻ കത്തിച്ച് കനലിൽ അപ്പം ചുട്ട് ഇറച്ചിയും ചുട്ടു തിന്നു. ശേഷിപ്പ് കൊണ്ട് ഞാനൊരു മ്ലേച്ഛ വിഗ്രഹം ഉണ്ടാക്കുമോ, ഒരു മരമുട്ടിയുടെ മുമ്പിൽ സാഷ്ടാംഗം വീഴുമോ എന്നിങ്ങനെ പറയുവാൻ തക്കവണ്ണം ഒരുത്തനും അറിവുമില്ല, ബോധവുമില്ല. അവൻ വെണ്ണീർ തിന്നുന്നു, വഞ്ചിക്കപ്പെട്ട അവൻ്റെ ഹൃദയം അവനെ തെറ്റിച്ചു കളയുന്നു. അവൻ തൻ്റെ പ്രാണനെ രക്ഷിക്കുന്നില്ല. എൻ്റെ വലങ്കൈയിൽ ഭോഷ്കില്ലയോ എന്ന് ചോദിക്കുന്നതുമില്ല. യാക്കോബേ, ഇത് ഓർത്തുകൊള്ളുക. ഇസ്രായേലേ, നീ എൻ്റെ ദാസനല്ലോ, ഞാൻ നിന്നെ നിർമ്മിച്ചു. നീ എൻ്റെ ദാസൻ തന്നെ. ഇസ്രായേലേ, ഞാൻ നിന്നെ മറന്നു കളയുകയില്ല. ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായ്ച്ചു കളയുന്നു. എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ആകാശമേ, ഘോഷിച്ചുല്ലസിക്ക, യഹോവ ഇത് ചെയ്തിരിക്കുന്നു. ഭൂമിയുടെ അധോഭാഗങ്ങളെ ആർത്തുകൊള്ളുവിൻ. പർവ്വതങ്ങളും വനവും സകല വൃക്ഷങ്ങളുമായുള്ളവയെ പൊട്ടിയാർക്കുവിൻ. യഹോവ യാക്കോബിനെ വീണ്ടെടുത്ത് ഇസ്രായേലിൽ തന്നെത്താൻ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവയായ ഞാൻ സകലവും ഉണ്ടാക്കുന്നു. ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തിരിക്കുന്നു. ആർ എന്നോടുകൂടെ ഉണ്ടായിരുന്നു? ഞാൻ ജൽപ്പകന്മാരുടെ ശകുനങ്ങളെ വ്യർത്ഥമാക്കുകയും പ്രശ്നക്കാരെ ഭ്രാന്തന്മാരാക്കുകയും ജ്ഞാനികളെ മടക്കി അവരുടെ ജ്ഞാനത്തെ ഭോഷത്വമാക്കുകയും ചെയ്യുന്നു. ഞാൻ എൻ്റെ ദാസന്റെ വചനം നിവർത്തിച്ച് എൻ്റെ ദൂതന്മാരുടെ ആലോചന അനുഷ്ഠിക്കുന്നു. യെരുശലേമിൽ നിവാസികൾ ഉണ്ടാകുമെന്നും യഹൂദാ നഗരങ്ങൾ പണിയപ്പെടുമെന്നും അവരുടെ ഇടിവുകളെ നന്നാക്കുമെന്നും കൽപ്പിക്കുന്നു. ഞാൻ ആഴിയോട് ഉണങ്ങിപ്പോക, നിന്റെ നദികളെ ഞാൻ വറ്റിച്ചു കളയുമെന്ന് കൽപ്പിക്കുന്നു. കോരേശ് എൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്നും യെരുശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനമിടും എന്നും ഞാൻ കൽപ്പിക്കുന്നു.